സ്നേഹമുള്ളവരെ, ഏവർക്കും ആഗതമായ തിരുപ്പിറവിയുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ നാം അനുസ്മരിക്കുന്നത് വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ജനനവും അതുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബത്തിൽ നടന്ന സംഭവങ്ങളുമാണ്. സക്കറിയായുടെയും എലീശായുടെയും കുടുംബത്തിലേക്ക് സ്നാപക യോഹന്നാൻ കടന്നു വരുന്നു. സ്നാപകൻ്റെ ജനനത്തെക്കുറിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട്. അവയിൽ ഒരു വാചകം മാത്രം നമ്മുടെ പരിചിന്തനത്തിനെ സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവിൻ്റെ കരം കൂടെയുണ്ടായിരുന്ന നിരവധി പേരെ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിൻ്റെ കരം പതിച്ച് തകർക്കപ്പെട്ടവരെയും കാണാൻ സാധിക്കും. ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ കർത്താവിൻ്റെ കരമുണ്ടായിരുന്നു. ചെങ്കടൽ കടക്കുമ്പോൾ കർത്താവിൻ്റെ കരം അവരോടൊപ്പം ഉണ്ടായിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി അത് അവരുടെ മുമ്പേ സഞ്ചരിച്ചു. കർത്താവിൻ്റെ കരം ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സാവൂളിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രവാചകന്മാരായ ഏലീശായുടെയും ഏലിയായുടെയും എസക്കിയേലിൻ്റെയും ജെറമിയായുടെയും കൂടെ കർത്താവിൻ്റെ കരമുണ്ടായിരുന്നു. കർത്താവിൻ്റെ കരമാണ് അഭിഷിക്തനെ വ്യത്യസ്തനാക്കുന്നത്. കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടാകുമ്പോൾ അത് വിജയത്തിലേക്ക് നയിക്കുന്നു, അത് സമാധാനത്തിലേക്ക് നയിക്കുന്നു, അത് പടുത്തുയർത്തുന്നു. ശിശുവായ സ്നാപക യോഹന്നാനെ ജനനത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ ജനനത്തിന് വേണ്ടി ഈ ജനതയെ ഒരുക്കാൻ സ്നാപക യോഹന്നാനെ പ്രാപ്തമാക്കിയത് അവൻ്റെ കൂടെ സഞ്ചരിച്ച, അവനെ അക്കമ്പനി ചെയ്ത, അനുയാത്ര ചെയ്ത കർത്താവിൻ്റെ കരമായിരുന്നു. മോശ പ്രവാചകൻ ഇസ്രായേലിന് വേണ്ടി ദൈവത്തോട് ചെയ്യുന്ന പ്രാർത്ഥന ഇതാണ്: കർത്താവെ, അങ്ങ് എൻ്റെ കൂടെ വരണമേ. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞാനും ഈ ജനവും ഭൂമിയിലെ എല്ലാ ജനതകളിൽ നിന്നും വ്യത്യസ്തരായിരിക്കും. സ്നേഹമുള്ളവരെ, ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ, ഒരു പുരോഹിതൻ എന്ന നിലയിൽ, സമർപ്പിതൻ എന്ന നിലയിൽ നമ്മെ വ്യത്യസ്തനാക്കുന്നത് നമ്മോടുകൂടിയുള്ള കർത്താവിൻ്റെ കരമാണ്. അതുകൊണ്ട് ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന ഇമ്മാനുവേലിൻ്റെ തിരുപ്പിറവിക്കായി നാം ഒരുങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു നാം കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത് അങ്ങയുടെ കരം എൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹദായകമായ കരം, കർത്താവിൻ്റെ കരുണ നിറഞ്ഞ കരം നമ്മുടെ മേൽ ഉണ്ടാകട്ടെ. ആരാധനക്രമത്തിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്: കർത്താവെ, അങ്ങയുടെ വലതുകരം അങ്ങയുടെ സഭയുടെ മേൽ നേളിപ്പിക്കണമേ. എത്ര മനോഹരമായൊരു പ്രാർത്ഥനയാണ്. നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ആഗ്രഹം ഇതാണ്: സമ്പത്തിനേക്കാളും പ്രശസ്തിയേക്കാളും അധികാരത്തെക്കാളും ആയുധബലത്തെക്കാളും നാം ആഗ്രഹിക്കേണ്ടത് നമ്മുടെ കർത്താവിൻ്റെ കരം നമ്മോട് കൂടെയായിരിക്കാനാണ്. കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് അതാണ്. കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം: മക്കളെ, കർത്താവിൻ്റെ അനുഗ്രഹം യാചിക്കാൻ, കർത്താവിൻ്റെ കൂടെ, കർത്താവ് നമ്മോടുകൂടെ യാത്ര ചെയ്യാനായിട്ടുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ഇങ്ങനെ പറയുന്നുണ്ട്: കർത്താവ് നിന്നോടുകൂടെയുണ്ടെങ്കിൽ അവിടെ നിന്നെ എന്തുമാത്രം ഉയരങ്ങളിലേക്ക് നയിക്കുകയില്ല. കർത്താവിൻ്റെ കരം നമ്മെ നയിക്കട്ടെ. ഈ തിരുപ്പിറവിക്കാലം അതിനുള്ള അനുഗ്രഹം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം.